മരട് നഗരസഭ 29-ാം ഡിവിഷനിൽ നിന്നും ആയുഷ്മാൻ ഭാരത് യോഗ സെന്ററിന്റെ 72ഓളം യോഗാംഗങ്ങൾ വിനോദയാത്ര സംഘടിപ്പിച്ചു. രാവിലെ 8:30 നെട്ടൂർ ചൈതന്യ ക്ഷേത്രം ഹാളിൽ നിന്നും പുറപ്പെട്ട ബസ്സിനെ SNDP യോഗം പ്രസിഡന്റ് ശ്രീ അജയ് ഘോഷും സെക്രട്ടറി ശ്രീ പ്രദീപ് കുമാറും വിനോദയാത്ര വാഹനത്തിന് യാത്രയയപ്പ് നൽകി. വിനോദയാത്രയ്ക്ക് കോർഡിനേറ്റർ സുമംഗല അരവിന്ദ് നേതൃത്വം നൽകി. ആയുഷ്മാൻ ഭാരത് യോഗ എന്നൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ്. അത് നമ്മുടെ മരട് മുനിസിപ്പാലിറ്റി മാത്രമല്ല, എല്ലാ മുനിസിപ്പാലിറ്റികളിലും കേരളത്തിലൊട്ടാകെ ഇതിൻ്റെ ഒരു യത്നം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ SNDP ക്ഷേത്രത്തിൽ യോഗയുടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും 29-ാം ഡിവിഷനിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ഡിസംബർ കഴിഞ്ഞ 2024 നവംബർ 13-ാം തീയതി ആയിരുന്നു. ഇന്നേക്ക് ഒരു വർഷം തികയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ 60ഓളം പേരെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാവരും യോഗ പരിശീലിക്കാൻ വന്നവർ തന്നെയായിരുന്നു. അവരെ ആൾ കൂടിയതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലേക്കും ഡിവിഷനിലേക്കും മാറ്റി. ഇപ്പോൾ ഏകദേശം 40 പേരോളം ഇപ്പോൾ നമ്മുടെ യോഗ ക്ലബിലുണ്ട്. നമ്മുടെ യോഗ മാസ്റ്ററായിട്ട് വന്നിരുന്ന ഷൈബി KK എന്ന ആയുർവേദ ഹോസ്പിറ്റലിലെ മരട് ഹോസ്പിറ്റലിലെ ട്രെയിനറാണ്. മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ എങ്ങനെയെങ്കിലും വന്നിട്ട് ബാക്കി എല്ലാവരും പരിശീലിപ്പിച്ച് പോവുകയാണ് പതിവ്. അതിൻ്റെ ട്രെയിനറായിട്ട് കോർഡിനേറ്ററായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് പ്രായമായ 72 വയസ്സ് തുടങ്ങി താഴേക്കുള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ സന്തോഷമായി. മാനസികാരോഗ്യം പ്രധാനമാണ്. നമ്മുടെ ശാരീരികാരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, യോഗ എന്നത് പൂർണ്ണമാകണമെങ്കിൽ ഒരു മാനസികാരോഗ്യമായ വേണ്ടതാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് എല്ലാവരും കൂടി ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകാനായിട്ട് തയ്യാറായത്. അങ്ങനെ ആലപ്പുഴ ബോട്ടിങ്ങാണ്. കാരണം പ്രായമായവർക്ക് പറ്റിയ ഒറ്റൊരു കാര്യം ബോട്ടിങ് മാത്രമാണ്. അപ്പോൾ അതിന് പോകാമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ ഒരു 40ഓളം പേര് ഇപ്പോൾ ട്രിപ്പ് പോവുകയാണ്.